ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട് വരുന്നത് 26 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് യൂട്ടിലിറ്റി സ്പേസും കൂടാതെ വർക്ക് ഏരിയ ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വെറും 2 വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കില്ല. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഉടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച ഈ വീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 26 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തിന് സമീപത്തായി പട്ടിമറ്റം വലമ്പൂർ എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നെല്ലാം ഒരു 16 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. കൂടാതെ പട്ടിമറ്റത്തേക്കാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ ദൂരവും കിഴക്കമ്പലം ടൗണിലേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. കൂടാതെ പെരുമ്പാവൂർ ടൗണിലേക്കാണെങ്കിൽ 15 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്ററോളം ദൂരവും വരുന്ന മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും KW കണക്ഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം ഫലവൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാവ്, പ്ലാവ്, വാഴ, റംബൂട്ടാൻ, കറിവേപ്പില, അരിവേപ്പ്, പപ്പായ, പുളി, തെങ്ങ്, പേര മുതലായ ധാരാളം ഫലവൃക്ഷങ്ങൾ നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആണ്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനാണ്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ബിൽഡപ്പ് ഏരിയ 2900 വരുന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഷീറ്റ് വർക്ക് എക്സ്ട്രയാണ്. മാത്രമല്ല ചെറിയൊരു ഔട്ട് ഹൗസ് വീടിന് ഒരു സ്റ്റോറേജ് സൗകര്യം വീടിന് വെളിയിലായി അവർ നിർമ്മിച്ചിട്ടുണ്ട്. കിണർ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. വലിയൊരു കിണറാണ് ഇതിന് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെള്ളം നമുക്കിവിടെ കാണാം. വിശാലമേറിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. 4-5 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ മുൻവശത്തായി കോബിൾ സ്റ്റോൺ എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നല്ലൊരു എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു ലൊക്കേഷനിൽ മനോഹരമായ ഒരു എലവേഷനിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള നീളത്തിലൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ ടൈൽസുകൾ നൽകിയിട്ടുണ്ട്. 5, 6, 7 ചെയറുകളിടാനുള്ള സ്പേസ് സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ കാണുന്നത് ഒരു നടുമുറ്റമാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഡബിൾ ഹൈറ്റിലാണിത് ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളും ഗ്ലാസ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നമുക്ക് കാണാം 2 സൈഡിലും സെറ്റ് നൽകിയാലും നല്ല സ്പേഷ്യസ് ഫീൽ ചെയ്യുന്ന നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നടുമുറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ഊഞ്ഞാലെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലും വലുത് വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായാണ് ഇവിടുത്തെ പ്രയർ ഏരിയ വരുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറാണ്, കോമൺ വാഷ് ഏരിയ ആണ് നമ്മൾ ഈ കണ്ടത്. മനോഹരമായ വാഷ് ഏരിയ ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
മാത്രമല്ല ഈ ഒരു ഭാഗം ഒരു ഫാമിലി ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. TV എല്ലാം ഇവിടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഈ കിച്ചൺ കൂടാതെ വേറെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയ കിച്ചണോട് സമീപത്തായി ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്നൊരു ഈ ദിക്ക് വരുന്നത് കിഴക്കോട്ടാണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് വാഷ് ബേസിനും സിങ്കും വർക്കിംഗ് ടേബിളും അമ്മിക്കല്ലും ഉൾപ്പെടെ ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു സൈഡ് വശത്തായി നമുക്ക് അലക്ക് കല്ല്, ഒരു ഔട്ട് ഹൗസ്, ഒരു സ്റ്റോറേജ് സൗകര്യമെല്ലാം അവൈലബിൾ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടലായി 4 ബെഡ്റൂമുകളാണ് വീണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും വളരെ സിമ്പിളായി തന്നെ ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല കബോർഡ് വർക്കുകളെല്ലാം ധാരാളമായി തന്നെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിൽ സ്ക്വയർ ട്യൂബ് വിത്ത് വുഡ് ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ധാരാളം ഡബിൾ ഹൈറ്റ് എല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇത് ഭംഗിയാക്കിയിരിക്കുന്നത്. ആ നടുമുറ്റത്തേക്കുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വളരെ സിമ്പിളായി തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ടാണ് ഈ ബാത്റൂം ഫിറ്റിങ്സുകൾ ചെയ്തിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഡ്രസ്സിങ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെ നല്ല നീറ്റായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ഭാഗം നമുക്ക് യൂട്ടിലിറ്റി സ്പേസായി യൂസ് ചെയ്യാവുന്നതാണ്. ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണത് നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാവുന്ന വിധത്തിൽ നല്ല വിശാലമേറിയൊരു ഡ്രസ്സിങ് ഏരിയയാണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഏരിയയിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വീണ്ടും മുൻവശത്തേക്ക് വന്നാൽ ഒരു വലിയൊരു നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. ഉടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. 26 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് വീട് വരുന്നത്. കൂടാതെ 2900 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട്. വലിയൊരു വിശാലമേറിയൊരു യൂട്ടിലിറ്റി സ്പേസ് അവൈലബിൾ ആണ്. ഷീറ്റ് വർക്കെല്ലാം ചെയ്തൊരു സ്പേസാണ്. മാത്രമല്ല ഒരു ഔട്ട് ഹൗസ്, ഒരു സ്റ്റോറേജ് സംവിധാനം നമുക്ക് വീടിൻ്റെ വെളിയിലായി നൽകിയിട്ടുണ്ട്. അതും കൂടാതെ കിച്ചൺ കൂടാതെ ഒരു കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ടൗണിൽ നിന്നും, അതായത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും കിഴക്കമ്പലത്തേക്ക് ഒരു 8 കിലോമീറ്റർ ദൂരവും അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ വീട്ടിലേക്കും വരുന്നുണ്ട്. അങ്ങനെ ഒരു ടോട്ടലായി ഒരു 15-16 കിലോമീറ്റർ ദൂരവുമാണ് നമുക്ക് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. കൂടാതെ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കോലഞ്ചേരി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ വില വരുന്നത് 1,50,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. 90% ലോണും ഞങ്ങൾ മുഖേന എടുത്ത് നൽകുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.